ഹിബ. Currently May 2025 കഴിഞ്ഞ് I joined Calicut Medical College for first year MBBS. And ഞാൻ പഠിച്ചത് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലാണ്. സോ ദിസ് വീഡിയോ ഈസ് അബൌട്ട് ദാറ്റ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ബ്രില്യൻറ്റിൽ പോകുന്നതിന് മുന്നേ. ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. സോ അവിടുത്തെ കൾച്ചർ, ഫുഡ് ഒന്നും എനിക്ക് സഹിക്കാൻ പറ്റൂല. അതായത് ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും, ചേഞ്ച് ഉണ്ടായിരിക്കും, നല്ല ഫുഡായിരിക്കില്ല. ഫുഡ് പോയ്സൺ വരെ വന്നിട്ടുണ്ട് പലർക്കും. ആൻഡ് ടീച്ചേഴ്സ്, ഫാക്കൽറ്റീസ് ഒന്നും അത്ര എഫിഷ്യൻ്റ് ഒന്നും ആയിരിക്കില്ല. പിന്നെ ഒരുപാട് കുട്ടികളുണ്ടായതുകൊണ്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമ്മളെ ശ്രദ്ധിക്കാനൊന്നും ആരും ഉണ്ടാവില്ല. നമ്മൾ തോന്നിയ പോലെ ആയിരിക്കും പഠിക്കുക. ആൻഡ് ഒരുപാട് കുട്ടികളുണ്ടായതുകൊണ്ടാണ് അവിടെ ഇത്ര റിസൾട്ട് വരുന്നത്. അല്ലാണ്ട് അവിടുത്തെ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി ഉണ്ടോ, അല്ലാണ്ട് ഫാക്കൽറ്റീസ് ഒന്നും കൊണ്ടല്ല. നല്ല പഠിക്കുന്ന കുട്ടികൾ അങ്ങോട്ടേക്ക് പോയതുകൊണ്ട് മാത്രമാണ് അവിടെ ഇത്ര റിസൾട്ട് വരുന്നത്. അങ്ങനെ പലതും. അപ്പം ഞാനും ഫസ്റ്റൊക്കെ ഇത് സത്യമെന്നാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ അങ്ങോട്ട് പോയില്ല. വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തിരഞ്ഞെടുത്തത് വീടിൻ്റെ അടുത്ത്. സോ റിപ്പീറ്റിൻ്റെ സമയത്ത് എനിക്ക് തോന്നി മേ ബി എന്തുകൊണ്ട് ഇനി എനിക്ക് അവിടെ തന്നെ പോയിക്കൂടാ, ആൾക്കാരൊക്കെ ചിലപ്പം അങ്ങനെ വെറുതെ പറയുന്നതാണെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് വന്നാലും എനിക്കറിയാമല്ലോ, എനിക്കിപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും അറിയാം, എനിക്കിനി ജസ്റ്റ് എക്സാംസ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബ്രില്യൻറ്റിൽ പോയി. കാരണം അവിടെ എത്തിയപ്പോൾ എൻ്റേർലി ഡിഫറെൻ്റ് ആയിരുന്നു. ഫാക്കൽറ്റീസ് ആയാലും ഡയറക്ടേഴ്സ്, ടീച്ചേഴ്സ്, മെൻറ്റേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ എനിക്ക് കിട്ടിയത് ഗാലക്സി ഹോമാണ് ഹോസ്റ്റൽ. അപ്പോൾ അത് ഡബിൾ റൂമായിരുന്നു. അപ്പോൾ എൻ്റെ റൂമിൽ വേറെ റൂംമേറ്റ് ഉണ്ട്. ഞങ്ങൾ വേറെ ആരും നമ്മൾ ശല്യപ്പെടുത്താൻ വേറെ ആരും ഉണ്ടായിട്ടില്ല. നല്ലൊരു ബോണ്ടിങ് നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റും. നല്ലപോലെ വൃത്തിക്ക് പഠിക്കാൻ പറ്റി. ആൻഡ് ഇപ്പോൾ ഹോസ്റ്റലിൽ വാർഡൻസ് ആയാൽ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാകുന്ന മെൻറ്റേഴ്സ് ആയിരിക്കും നമുക്കവിടെ വാർഡൻസ് ആയിട്ട് ഉണ്ടാവാം. അപ്പോൾ അവർക്കറിയാം നമുക്കിനി എക്സാംസ് ഏതൊക്കെ ടോപ്പിക്സാണ് എടുക്കാനുള്ളത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഇപ്പോൾ എവിടെ വരെ ക്ലാസ്സൊക്കെ എത്തി. അപ്പോൾ നമ്മളെ ലെവല് അവർക്ക് നല്ലോണം മനസ്സിലാവും. ഇപ്പോൾ ഓരോ ഫ്ലോറിലും 1-2 വാർഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വാർഡൻ വന്നിട്ട് നമ്മൾ എക്സാമിൻ്റെ ടോപ്പിക്സൊക്കെ ചോദിക്കും. അടുത്ത ആഴ്ച ഏതാ ഉള്ളത് അതൊക്കെ ചോദിക്കും. പിന്നെ നമ്മുടെ പ്രൊഫൈൽ കാർഡ് ഉണ്ടല്ലോ, അതായത് മാർക്ക് ലിസ്റ്റ്, അതിലൊക്കെ സൈൻ ചെയ്യാനൊക്കെ വരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്യാൻ പറ്റും. ഞാനൊക്കെ ലാസ്റ്റ് മോഡൽ എക്സാമിൻ്റെ സമയത്താണ് ഒക്കെ ഷെയർ ചെയ്തിരുന്നത്. കാരണം എനിക്ക് അപ്പോഴാണ് സ്ട്രെസ്സൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ A ബ്ലോക്കിലാണ് പഠിച്ചത്. അപ്പോൾ A ബ്ലോക്കിൽ എൻ്റെ ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സിലും ഓരോരോ മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. മെൻറ്റേഴ്സ് ഇപ്പോൾ നമ്മൾ കൊച്ചു കുട്ടിയായിരുന്ന സമയത്തൊക്കെ സ്കൂളിൽ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അറ്റൻഡൻസ് എടുക്കാൻ രാവിലെ വരും. ഇൻ്റർവെൽ, ലഞ്ച് ടൈം, ക്ലാസ് വിടുന്ന സമയത്ത്, പ്രയറിൻ്റെ സമയത്തൊക്കെ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആയിരുന്നു ഇവിടെ. എന്നുവെച്ചാൽ രാവിലെ നമ്മൾ ക്ലാസ്സിലോട്ട് എൻ്റർ ചെയ്യുന്ന മുതൽ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വരുന്നത് വരെ നമ്മുടെ കൂടെ മെൻറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ മെൻറ്റർ വരാണ്ട് ക്ലാസ്സിലെ ടീച്ചേഴ്സ്, ഫാക്കൽറ്റീസ് പോവില്ല. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാ കാര്യവും അവരോട് ഷെയർ ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അവരോട് ഈസി ആയിട്ട് പറയാൻ പറ്റും. എപ്പോഴും അവർ അവൈലബിൾ ആണ്. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മെൻറ്റേഴ്സിൻ്റെ അടുത്ത് അങ്ങോട്ട് പോയി അവരുടെ സ്റ്റാഫ് റൂമിൽ പോയി കാണേണ്ട ആവശ്യമില്ല. അവർ നമ്മുടെ ക്ലാസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് വേഗം പറയാൻ പറ്റും. ആൻഡ് ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഫുഡായിരുന്നു. ഞങ്ങളുടെ ഫുഡ് A ബ്ലോക്കിൽ തന്നെ ആയിരുന്നു. ഉച്ചക്കും രാവിലെയും ക്ലാസ് ഇല്ലാത്ത സമയത്ത് ഹോസ്റ്റലിലായിരിക്കും. അപ്പോഴൊക്കെ നല്ല ഫുഡായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളി ടേസ്റ്റി ഫുഡ്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മൾ വീട്ടിൽ സാധാരണ നോർമലി കഴിക്കുന്ന ഫുഡ് എന്താണോ അതുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് രാവിലെ ഇപ്പോൾ ദോശ പറ്റില്ലെങ്കിൽ വേറെ ചൂസ് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും രാവിലത്തെ ഫുഡിനൊക്കെ. അപ്പോൾ അവിടുന്ന് നേരെ വീട്ടിലോട്ട് വരുമ്പോൾ ഉമ്മ ഉണ്ടാക്കി തരുന്നത് കഴിക്കാന്നല്ലാണ്ട് നമുക്ക് ഓപ്ഷൻസ് ഒന്നും നോക്കാൻ പറ്റില്ലല്ലോ. അതിൽ ബ്രില്യൻറ്റ് അടിപൊളിയായിരുന്നു. ആൻഡ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരാമെന്നുണ്ടെങ്കിൽ അവിടെ സിക്ക് റൂമുണ്ട്. സിക്ക് റൂമിൽ ഡോക്ടർ ഉണ്ടായിരിക്കും, ഡോക്ടർ, നഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എനിക്കിടയ്ക്കിടയ്ക്ക് ജലദോഷം, പനിയൊക്കെ വരുന്ന ആളാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തിന് അവിടെ പോയിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഡോക്ടറെ കാണിക്കുകയും അല്ലെങ്കിൽ ആവി പിടിക്കുക, വേഗം ആവി പിടിച്ചൊക്കെ മാറ്റും. അപ്പോൾ ഹോസ്റ്റലിൽ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിരിക്കും. നമുക്ക് എന്തൊക്കെയാണ് വേണം അതൊക്കെ ഹോസ്റ്റലിൽ അവൈലബിൾ ആയിരുന്നു.
ഹോസ്റ്റലിൽ ഇപ്പോൾ എന്ത് സാധനങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ഗേൾസിനൊക്കെ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എപ്പോഴാണ് ഇറഗുലർ മെൻസ്ട്രേഷനൊക്കെ ഉള്ളവർക്ക് എപ്പോഴാണ് പീരീഡ്സ് ആവാമെന്ന് പറയാൻ പറ്റില്ല. സോ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള സ്റ്റോർ ഹോസ്റ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നി. പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇപ്പോൾ ഫുഡിനൊക്കെ ഇപ്പോൾ ഹോളിഡേയ്സ് ഉണ്ടാവുമല്ലോ, സാറ്റർഡേ ആൻഡ് സൺഡേ ഹോളിഡേ ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ക്രേവിങ്സ് ഒക്കെ വരാമെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റോറിലുണ്ടായിരിക്കും. റെഡിമെയ്ഡ് എന്ന് വെച്ചാൽ ബിസ്ക്കറ്റ് എല്ലതും. പിന്നെ പുറത്തുനിന്ന് പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിയാണ്, ബ്രില്യൻറ്റിൽ ഒരുപാട് കുട്ടികളുണ്ട്, വേരിയസ് സെൻറ്റേഴ്സിന് ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ അത് നല്ലതാണ്. കാരണം നമ്മൾ എഴുതുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. അപ്പോൾ ഞാൻ ആദ്യം പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർക്ക് ആകെ ഒരു സെൻറ്ററേ ഉള്ളൂ. അപ്പോൾ അവിടെ ആകെ കുറച്ച് കുട്ടികളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എക്സാം എഴുതുമ്പോൾ അവിടെ നമ്മൾ വലിയ ടോപ്പറായിരിക്കാം, പക്ഷേ നമ്മുടെ അതേ ലെവലിലോ അല്ലെങ്കിൽ നമ്മളെക്കാൾ എത്ര ലെവലിൽ കൂടി എത്ര കുട്ടികളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിന് ഓൾ ഇന്ത്യ എക്സാം എഴുതണമെന്നില്ല, കേരളത്തിലത്തെ കുട്ടികളുടെ വെച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ കേരളത്തെ ബ്രില്യൻറ്റിന് എക്സാം എഴുതി റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് നമ്മൾ കേരളത്തിലത്തെ മൊത്തം സ്റ്റുഡൻറ്റിനോട് കോമ്പറ്റ് ചെയ്യുന്ന പോലെയാണ്. കാരണം അത്രത്തോളം കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് നീറ്റ് എക്സാമിന് ഞാൻ റിപ്പീറ്റിൻ്റെ സമയത്ത് നീറ്റ് എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴാണ് ഇത്രയും കുട്ടികൾ കേരളത്തിൽ നിന്നുണ്ട്. കേരള റാങ്കൊക്കെ അത്രയും താഴോട്ട് പോകാൻ കാരണം എന്താ, അത്രയും കുട്ടികൾ നല്ല എന്നെക്കാളും ഞാൻ കൊടുത്ത എഫേർട്ടിനേക്കാളും കൂടുതലിട്ട കുട്ടികളുണ്ടാവും. അപ്പോൾ നീറ്റ് എക്സാമിൻ്റെ അന്ന് നമ്മൾ അത് റിയലൈസ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് അതിന് മുന്നേ തന്നെ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഫുൾ ടെസ്റ്റ് നടക്കും. അപ്പോൾ ഓരോ ഫുൾ ടെസ്റ്റിന് തലേന്ന് ഒരു മോഡൽ എക്സാം പോലെ ഉണ്ടാവും ഓൺലൈനായിട്ട്. അപ്പോൾ ഇഷ്ടം പോലെ എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രാമത്തെ സ്ഥാനത്താണ്, നമ്മൾ ഇനി എത്ര കൂടണം എത്ര കുറയണം എന്നൊക്കെ. അപ്പോൾ എൻ്റെ റാങ്ക് ബ്രില്യൻറ്റിലൊക്കെ നല്ല വേരിയേഷൻ ഉണ്ടാവാം. ഇപ്പോൾ ഫുൾ ടെസ്റ്റിലൊക്കെ 1000 റാങ്ക് വന്നതുണ്ട്, 700, 200, ചിലപ്പോൾ 100ൻ്റെ ഉള്ളിൽ തന്നെ റാങ്ക് വന്ന സമയമുണ്ട്. അപ്പോൾ അതൊക്കെ വേരി ചെയ്തിരിക്കും. എന്നുവെച്ചാൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആവണമെന്നില്ല. ബട്ട് അറ്റ് ലാസ്റ്റ് നീറ്റ് എക്സാമിന് നമ്മൾ നല്ലപോലെ വൃത്തിക്ക് എഴുതാം. നീറ്റ് എക്സാമിൻ്റെ സമയത്ത് എൻ്റെ കേരള റാങ്ക് 129 ആണ്, ഓൾ ഇന്ത്യ റാങ്ക് വാസ് 2163. അപ്പോൾ ഞാൻ ബ്രില്യൻറ്റിൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഉറപ്പാണ് എനിക്കൊരു 300 കേരള റാങ്കിൻ്റെ ഉള്ളിൽ എനിക്ക് വേണം. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അതാണ് ഞാൻ അവിടെ ഫോളോ ചെയ്തത്. അതിന് ബ്രില്യൻറ്റിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ നമുക്ക് ഓരോ റാങ്കും കിട്ടുമ്പോൾ നമ്മൾ കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് പ്രൈസൊക്കെ തരും. അപ്പോൾ ക്യാഷ് പ്രൈസൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ നമുക്കപ്പോൾ ഒരു അസൂയ മൈൻഡ് അല്ല തോന്നുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ക്യാഷ് പ്രൈസ് കിട്ടി, അപ്പോൾ നമുക്കൊരു അസൂയ അങ്ങനെയല്ല, മേ ബി അങ്ങനെ ഉണ്ടാവണതുണ്ടാവാം. ബട്ട് അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നിയെന്താ വെച്ചാൽ ഇപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയാൽ നല്ലതാണ്, അപ്പോൾ അടുത്ത പ്രാവശ്യം എനിക്കും കിട്ടും. കാരണം അവർക്ക് കിട്ടിയിക്കണമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് കിട്ടിക്കൂടാ, എൻ്റെ പഠിത്തത്തിൽ എവിടെയോ ലോസായി അല്ലെങ്കിൽ ഞാൻ എക്സാം എഴുതുന്ന രീതിയിൽ എവിടെയോ പ്രശ്നം പറ്റി, അതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത്. അപ്പോൾ നെക്സ്റ്റ് സമയത്ത് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ക്യാഷ് പ്രൈസൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ പഠിക്കാനൊക്കെ ഭയങ്കര ത്വരമായിരിക്കും. അങ്ങനെ നമ്മൾ എക്സാമൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഞാൻ കണ്ടത്. കാരണം അവിടുത്തെ സിസ്റ്റം അടിപൊളിയാണ്. കാരണം ഞാൻ ഫസ്റ്റായിട്ട് ഞാൻ ചെന്ന പാടനെ ഫസ്റ്റ് ഓർഡറിൽ നമുക്ക് ക്ലാസ്സൊക്കെ എടുത്ത് തന്നു. പിന്നെ ഫസ്റ്റ് ഒരു എക്സാമിൻ്റെ കുറച്ച് ദിവസം മുന്നേ തന്നെ നമുക്ക് തിങ്കളാഴ്ചക്കത്തെ ടോപ്പിക്ക് തരും, എക്സാമിൻ്റെ ടോപ്പിക്ക് തരും. അത് നമ്മൾ പഠിക്കും, എഴുതും. സാറ്റർഡേ ആൻഡ് സൺഡേ ലീവായിരിക്കും. അപ്പോൾ നമുക്ക് എക്സാമിനെ വൃത്തിക്ക് പഠിച്ച് പോകാനുള്ള ടൈമുണ്ട്. പിന്നെ ആ മൺഡേ തന്നെ അടുത്ത മൺഡേക്കുള്ള ടോപ്പിക്സ് തരും, എക്സാമിൻ്റെ ടോപ്പിക്സ്. അത് അവർ ചേഞ്ച് ചെയ്യാനോ മാറ്റാനോ ഒന്നും നിൽക്കില്ല. എന്നുവെച്ചാൽ എക്സാമിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, എക്സാമിൻ്റെ ടോപ്പിക്സ് മാറ്റുന്നില്ല. സോ എനിക്കിതൊക്കെ പുതിയൊരു അനുഭവമായിരുന്നു. ഞാൻ ആദ്യം പഠിച്ചിരുന്ന സെൻറ്ററിലൊക്കെ ഇന്നൊരു എക്സാം തരും, എന്നിട്ട് ആ എക്സാമിൻ്റെ ഡേ വന്നാണ്ട് പറയും എക്സാം മാറ്റി വെച്ചിരിക്കുന്നു, നിങ്ങളുടെ ടോപ്പിക്സ് തീരാത്തതുകൊണ്ട് എക്സാം മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയും. ബട്ട് ബ്രില്യൻറ്റിൽ അങ്ങനെയല്ല. എക്സാം ആ ടോപ്പിക്കിലുള്ള മൺഡേൻ്റെ ടോപ്പിക്ക് അതിന് മുന്നേ അവരെടുത്ത് തീർക്കും. ഞങ്ങൾ ലാസ്റ്റ് കുറച്ച് ഒരു ഓഗസ്റ്റിൽ ചേർന്നതുകൊണ്ടും റിപ്പീറ്റർ ബാച്ച് ആയതുകൊണ്ടും കുറച്ച് സ്പീഡിലാണ് എടുത്തത്. എല്ലാതും സ്പീഡൊന്നുമല്ല,
നമ്മൾ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും പറഞ്ഞു തരും. അങ്ങനെ ഓവർ സ്പീഡല്ല, എന്നാലും ഞങ്ങൾ തന്നെ പറയും ഇത്രയ്ക്ക് സ്ലോ ആയിരിക്കട്ടെ, കുറച്ച് സ്പീഡ് കൂട്ടാം അങ്ങനെ. അപ്പം അതിനനുസരിച്ച് അവരെടുക്കും. ബുക്സിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ, സ്റ്റഡി പാക്കേജ്, വർക്ക് ബുക്ക്, അസേഷൻ റീസൺസ്, PYQ, ക്വസ്റ്റ്യൻസിൻ്റെ ബുക്കാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ ഫുള്ള് ചെയ്യാം. സ്റ്റഡി മെറ്റീരിയലൊക്കെ സാറ് ക്ലാസ്സിൽ തന്നെ ചെയ്തു തരും. വർക്ക് ബുക്കൊക്കെ നമ്മൾ അന്നാണ് ക്ലാസ് എടുത്തത്, അന്നെടുത്ത ടോപ്പിക്സ് അന്ന് തന്നെ വർക്ക് ബുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾ ഫസ്റ്റ് തന്നെ MTG, ഫിംഗർ ടിപ്സ്, സെങ്കേജ് അതൊന്നും എടുക്കാണ്ട് ഫസ്റ്റ് വർക്ക് ബുക്ക് കംപ്ലീറ്റ് ചെയ്യാം. വർക്ക് ബുക്ക് ആൻഡ് സ്റ്റഡി പാക്കേജ് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഫെർദർ ലൈബ്രറി ക്വസ്റ്റ്യൻസോ ബുക്സോ ഒക്കെ പിന്നെ റെഫർ ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു സ്റ്റാർട്ടർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈബ്രറിയിൽ പോയി ബുക്സ് റെഫർ ചെയ്യാണ്ട് ടോപ്പിക് വൈസ് ആയിട്ട് പഠിച്ച് പോവാം. ലാസ്റ്റ് എന്തായാലും മോഡലിന് ഇഷ്ടംപോലെ ടൈം ഉണ്ടാവുമല്ലോ, അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴൊക്കെ ഈ ലൈബ്രറി ബുക്സ് എടുക്കാം. ഒരുപാട് ബുക്സ് റെഫർ ചെയ്യാണ്ട് പഠിക്കുന്ന ബുക്ക് കറക്റ്റായിട്ട് ഫുള്ള് ടോപ്പിക്സ് ഫുൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് അറിയാത്തത് മാർക്ക് ചെയ്ത് പ്രൊഫസേഴ്സിനോട് ഡൗട്ട് ചോദിക്കാം. പ്രൊഫസേഴ്സിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ പ്രൊഫസേഴ്സിൻ്റെ പിന്നാലെ പോയിട്ട് ഇപ്പോൾ സ്റ്റാഫ് റൂമിൽ പോയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യും. നമ്മൾ പൊളൈറ്റായിട്ട് അവരോട് സംസാരിച്ചാൽ അത് നമുക്ക് ഡബിളായിട്ട് ആൻസർ പറഞ്ഞുതരും. അതായത് ഇപ്പോൾ ലോസ് ഓഫ് മോഷൻ എടുക്കാം. ഞാനൊരു സാറിനോട് ചോദിച്ചത് അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. കുട്ടി മൂവ് ചെയ്യുമ്പോൾ റോഡ് മൂവ് ചെയ്യുന്നു, റോഡ് മാത്രം മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻസിന് ഓരോ കേസിലും ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ആയിരിക്കും ആൻസറായിട്ട് വരാം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് എല്ലാതും ആൻസറായിട്ട് തോന്നും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ തീർന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു ക്വസ്റ്റ്യന് ഒരു സാറിനോട് ചോദിച്ചപ്പോൾ ആ സാർ എനിക്ക് ആ ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നു. അതിനും പുറമെ വേറെ ഡിഫറെൻറ്റ് കേസസ് എങ്ങനെയൊക്കെ ഇനിയും ചോദിക്കാം. ഈ ക്വസ്റ്റ്യന് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ ആൻസർ വന്നത്, ഇങ്ങനെ ആയിരുന്നു വേറെ രീതിയിൽ എന്നെ ചോദിച്ചതെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും വരാം. അങ്ങനെ ഡിഫറെൻറ്റ് കേസസോ പറഞ്ഞു തരും. നമ്മൾ പൊളൈറ്റായി ചോദിക്കുക, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞു തരും. ആൻഡ് മെൻറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. വാർഡൻസ്, ബുക്സ്, എക്സാംസ്, ഫുഡ്. അപ്പോൾ എല്ലാ ടോപ്പിക്സും ഞാൻ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഫൈനലി ഡയറക്ടേഴ്സ്. ഹോസ്റ്റലിൽ ഞങ്ങൾ ഡയറക്ടർ ജോർജ് സാറായിരുന്നു. ജോർജ് സാറ്, ജസ്റ്റിൻ സാറ്, ടോം സാർ എല്ലാവരും കൂടി ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ മന്ത്ലി എന്തായാലും വന്നിട്ടുണ്ടാവും. വന്നിട്ട് നമുക്ക് എന്ത് പ്രശ്നം, ഹോസ്റ്റലിൽ ഇപ്പോൾ എന്ത് പ്രശ്നമാണെന്ന് നമുക്ക് പറയാം. നമുക്ക് സ്റ്റഡി ഹാള്, എക്സ്ട്രാ സ്റ്റഡി ഹാൾ അവർ തന്നു. എക്സ്ട്രാ സ്റ്റഡി ഹാൾ വേണമെങ്കിൽ അത്, അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് ഫുഡൊക്കെ സ്നാക്സൊക്കെ കറക്റ്റ് ഓരോരുത്തർക്കും ഓരോന്നൊക്കെയാണ് കൊണ്ടു തരുന്നതെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ സാറ് പറയും എന്തുകൊണ്ട് ഒന്ന് മാത്രം തരുന്നു, കുറേ കൊടുത്തൂടെ, കുട്ടികൾ തിന്ന് തടിക്കട്ടെ, അങ്ങനെയൊക്കെ പറയാം. അപ്പം ഡയറക്ടേഴ്സൊക്കെ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് ക്ലിയർ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ടീച്ചേഴ്സ് തന്നെ വാർഡൻസിൻ്റെ മേലെ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ തുറന്ന് പറയാം. ഞങ്ങളുടെ വാർഡൻസൊക്കെ നല്ലതായിരുന്നു. സോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട്. അപ്പം അവർക്ക് നമ്മുടെ ഏജാണെന്ന് വെച്ചാൽ ഒരു 25-26 റേഞ്ച് ഏജ് വരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് എന്താണെന്ന് അവർക്ക് ഈസിലി അറിയാൻ പറ്റും. അതായത് ഒരുപാട് ഏജ് ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ മനസ്സിലാക്കാൻ പറ്റിക്കോളണം എന്നില്ല. ബട്ട് വാർഡൻസൊക്കെ സെയിം റേഞ്ച് ആയതുകൊണ്ട് തന്നെ അവർക്കറിയാം നമ്മളെ മൈൻഡിൽ എന്താണ്, നമുക്ക് എന്താ ചെയ്ത് തരണ്ടേ, എന്താ പറഞ്ഞു തരണ്ടേ ഒക്കെ അവർക്കറിയാം. സോ അത് നല്ലതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഓവറോൾ ഇപ്പം എല്ലാ കാര്യം ഞാൻ പറഞ്ഞെന്നാണ് വിചാരിക്കുന്നത്. സോ ദിസ് ഇസ് എ വീഡിയോ ആൻഡ് ഫൈനലി ഐ ഗെറ്റ് ഇൻ ടു മൈ ഡ്രീം കോളേജ്. ഞാൻ ഒരു വർഷമേ ബ്രിഡ്ജിൽ പഠിച്ചിട്ടുള്ളൂ. ബട്ട് എൻ്റെ ഡ്രീം കോളേജ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. ഞാനിപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെത്തി. സോ ഇനി നല്ല നല്ല വീഡിയോസ് ഇനി ഇടാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഞാൻ ഹോണസ്റ്റായിട്ട് ഒന്നും ഞാൻ ആർക്കും വേണ്ടി ചെയ്യുന്നില്ലല്ലോ. ഹോണസ്റ്റായിട്ട് എൻ്റെ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.